Hi friends, this is Rahana Khalil and welcome to Rahana's Magic Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ലാവ കേക്കാണ്, വനില കാരമൽ ലാവ കേക്ക്. നമുക്കാദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ വനില എസൻസ്, 1 ടിന്ന് മിൽക്ക് മെയ്ഡ്, 1/2 കപ്പ് മൈദ, പഞ്ചസാര പൊടിച്ചെടുത്തത് ആവശ്യത്തിന്, സ്ട്രോബെറി ക്രഷ് ആവശ്യത്തിന്, മുട്ട 2 എണ്ണം. ആദ്യം ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത് മിൽക്ക് മെയ്ഡ് ടിന്നിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കുക. ആദ്യം അരമണിക്കൂർ നല്ല ഫ്ലെയിമിലും പിന്നെ അരമണിക്കൂർ ലോ ഫ്ലെയിമിലും വേണം തിളപ്പിക്കാൻ. ഇനി തണുത്തതിന് ശേഷം മിൽക്ക് മെയ്ഡിൽ നിന്നും ഈ കാരമൽ ഒരു പാത്രത്തിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇനി കട്ടിയുള്ള ഒരു പാത്രത്തിൽ 2 മുട്ട എടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കാരമൽ ഉണ്ടാക്കിയപ്പോൾ അത് ടിന്ന് നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പ്രഷർ കാരണം അത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് ഈ പതപ്പിച്ച് വെച്ച മുട്ടയിലേക്ക് ആഡ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് കൊണ്ടുണ്ടാക്കുന്ന കാരമൽ വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, വളരെ യമ്മിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് വീണ്ടും എഗ് ബീറ്റർ ഉപയോഗിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് കേക്കിനുള്ള ബാറ്ററാണ്. ഇനി ഇതിലേക്ക് മൈദ ആഡ് ചെയ്യാം. മൈദയും കാരമലും ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മൈദയോ കാരമലോ കട്ട പിടിക്കാതെ നോക്കണം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു എഗ് ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അത് വളരെ ഈസിയാണ്. അപ്പോൾ അത് വീണ്ടും എഗ് ബീറ്റർ ഉപയോഗിച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ബാറ്റർ റെഡിയാണ്. ഇനി ഒരു പാത്രത്തിൽ ബട്ടർ തേച്ച് വെച്ച് അതിലേക്ക് ഈ ബാറ്റർ ഒഴിക്കാം. ഇനി അവൻ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. 200 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ ഈ കേക്ക് വെച്ച് ബേക്ക് ചെയ്യാം. കേക്ക് റെഡിയാണ്. ഇതിന് മുകളിൽ സ്ട്രോബെറി ക്രഷും പഞ്ചസാര പൊടിച്ചതിട്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാം. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. Please subscribe us for more videos and thank you for watching.